നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടഡ് എക്സാം ദേ അടുത്തു അല്ലേ? ഇനി നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു, റിവിഷൻ കഴിഞ്ഞു, മോഡൽ എക്സാമുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് എക്സാം ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന OMR ഷീറ്റ്, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അത് കറുപ്പിക്കേണ്ടത്, അതിൽ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചല്ലോ അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ OMR ഷീറ്റ് എങ്ങനെയൊക്കെയാണ് ബബിൾ ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പക്ഷേ ഇൻവാലിഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പൊ മുഴുവനായി കണ്ടാലേ ഈ പറയുന്ന OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ഇൻവാലിഡേഷൻ അല്ലെങ്കിൽ നമ്മൾ വാലിഡ് അല്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് റിസൾട്ട് സമയത്ത് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾ, അതേപോലെ നിങ്ങൾക്ക് കേട്ട പരീക്ഷയുടെ ആൻസർ കീ, ഇതെല്ലാം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടെ ചെയ്യണം, വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കിലേക്കും അതേപോലെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ OMR ഷീറ്റൊക്കെ ബബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക, കൃത്യമായി ഓർത്ത് വെച്ച ശേഷം ഇപ്പോൾ എക്സാം എഴുതിയിട്ട് വരിക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്കും കൊളീഗ്സിന്റെ ഗ്രൂപ്പിലേക്കും കേട്ടിട്ട് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് LPUP ആണ്. LPUPക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചുകൾ വരുന്ന മാർച്ച് 2-ാം തീയതിയാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നത്. അതേപോലെ നിങ്ങളിപ്പോൾ കേട്ടിട്ടൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കൂലേ എല്ലാവരും, എങ്ങനെയാ ക്വാളിഫൈ ചെയ്തേ, എങ്ങനെയൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കും അല്ലെ? അപ്പൊ നമ്മുടെ കേട്ടറ്റിന് വേണ്ടിയിട്ട് ഇനി നിങ്ങളോട് സജഷൻസ് ചോദിക്കുന്നവർക്ക്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട ആളുകളാണ് നിങ്ങളല്ലേ? അപ്പോൾ കേട്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും എയിംസിലുപരി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ ഈ 10 തവണയും നമ്മൾ തെളിയിച്ചതാണ്. അപ്പോൾ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ, അതായത് ജനറൽ കേട്ടറ്റിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ കേട്ടറ്റിന് വേണ്ടിയുള്ള പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടറ്റിന്റെ കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ സ്പെഷ്യൽ കേട്ടറ്റ്, അതായത് അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ വരുന്ന ഫെബ്രുവരി 27-ാം തീയതിയും അതേപോലെ തന്നെ ജനറൽ കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ മാർച്ച് 2-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിലേക്കും അതേപോലെ കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവരിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ OMR എങ്ങനെ ബബിൾ ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 2-ന്റെ OMR ഷീറ്റും 4-ന്റെ OMR ഷീറ്റും ആണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 1-ലും 3-ലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആദ്യം വരിക നമ്മുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ പേര് എന്താണോ അത് കൃത്യമായിട്ട്, നമ്മുടെ ഹാൾ ടിക്കറ്റ് പ്രകാരം തന്നെ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രകാരമാണല്ലോ ഹാൾ ടിക്കറ്റിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്ലൈ ചെയ്യുമ്പോൾ, അത് തെറ്റാതെ ഈ ബോക്സിൽ കൊടുക്കുക. ലീവ് എ ബോക്സ് ബ്ലാങ്ക് ബിറ്റ്വീൻ ഈച്ച് പാർട്ട് ഓഫ് ദ നെയിം. അതായത് പേര് ഇപ്പം നമുക്ക് 2 പേരുകൾ ഉണ്ടെങ്കിൽ, അതായത് പേര് പ്ലസ് ഒരു നമ്മുടെ ഇനീഷ്യലിന്റെ കൂടെ വരുന്നൊരു പേരുണ്ടെങ്കിൽ, അങ്ങനെ 2 പേരായിട്ടാണെങ്കിൽ ആ 2 പേരുകൾക്കിടയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് കൂടെ വിടണം. ഓക്കെ, ദെൻ നമ്മുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റിൽ കാണുന്ന 6 അക്ക സംഖ്യയാണ്, അത് റോൾ നമ്പർ ആയിട്ട് ഇവിടെ കൊടുക്കണം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് മുകളിലായി ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടാവും. ആ ബുക്ക്ലെറ്റ് നമ്പർ ഇതെവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അവിടെ ടൈപ്പ് ചെയ്ത് അവിടെ എഴുതണം. അതിനുശേഷം നമ്മൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റിന്റെ മുകളിലായി മറ്റേ വശത്ത് എന്തുണ്ടാവും, ഏതാണ്, A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും ഇടതുവശത്ത് മുകളിലായിട്ട്. അപ്പൊ അത് A ആണെങ്കിലും B ആണോ ഏതാണോ എന്നുള്ളത് നമ്മളിവിടെ കൃത്യമായി ബബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കറുപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ ഈ കാൻഡിഡേറ്റ് നമ്മളുടെ സൈൻ ഇവിടെ ചെയ്യണം. അതിനുശേഷം ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ, അതായത് അത് അവരാരാണോ നമുക്ക് ഇൻവിജിലേറ്റർ ആയിട്ട് വരുന്നത് അവര് ഇവിടെ സൈൻ ചെയ്തു തരും. ഈ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളുടെ പേര് എഴുതി, റോൾ നമ്പർ എഴുതി, ബബിൾ ചെയ്തു, കറക്റ്റ് കറസ്പോണ്ടിങ് ആയ നമ്പറിൽ തന്നെ ബബിൾ ചെയ്യുക, തെറ്റിക്കരുത്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ എഴുതി അത് ബബിൾ ചെയ്തു. ദെൻ സെറ്റ് ഏതാണെന്ന് നിർബന്ധമായും എഴുതണം, എഴുതിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം, അത് ബബിൾ ചെയ്തു. ഇത് കാരണം ഇത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതിയ A ആണോ, B ആണോ, C ആണോ, D ആണോ കോഡ് കൊടുക്കാതിരുന്ന റിസൾട്ട് വരുന്ന സമയത്ത് എന്താവും, ഇൻവാലിഡ് എന്ന് വരും. ഓക്കെ, ആദ്യത്തെ കാര്യം. ഇനി
ഇനിയിപ്പോൾ കാരണം ഈ സയൻസ് ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്നവർ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിരുന്നു, മിസ്സേ അപ്ലൈ ചെയ്യുമ്പോൾ സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ ആണോ എന്നൊന്നും ചോദിച്ചില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ OMR ഷീറ്റ് തരുന്ന സമയത്തായിരിക്കും അത് ചൂസ് ചെയ്യാൻ പറ്റുക. ഇത് നമ്മൾ കഴിഞ്ഞ ആ സമയങ്ങളിൽ ഡൗട്ട് ചോദിച്ച ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ കൂടെ ചെയ്യാനാണ് കേട്ടോ ഈ ഷീറ്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനി അടുത്തത് യൂസ് സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഫോർ പാർട്ട് 1, 2 and 3. ഈ പാർട്ട് 1, 2, 3 എന്നിവയ്ക്ക് സെയിം സെറ്റ്, അതായത് OMR ഷീറ്റിന്റെ കോഡ് ഉണ്ടല്ലോ അത് സെയിം തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുമ്പോൾ. ഓക്കെ, നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞു കാണുക, ശ്രദ്ധിച്ച് നോക്കുക. പാർട്ട് 1 എന്ന് പറഞ്ഞു കാണുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, അതായത് നമ്മുടെ സൈക്കോളജി പോർഷൻസും പിന്നെ സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എന്നുള്ളതും ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ പാർട്ട് 1 എന്ന് പറഞ്ഞ് തരുന്നത് അതിൽ സൈക്കോളജിയുടെ പാർട്ട് 1 ഇത് കൃത്യമായ ആൻസേഴ്സ് എഴുതാനായിട്ട് A ആണോ B ആണോ C ആണോ D ആണോ എന്ന് പറഞ്ഞ് 30 ചോദ്യങ്ങളുണ്ട്. അത് ഇവിടെ ചെയ്യുക. അതിനുശേഷം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എന്ന് ഇവിടെ ബബിൾ ചെയ്ത ശേഷം മാത്രം അതിന്റെ അടുത്ത ചോദ്യങ്ങളിലേക്ക് ഉത്തരങ്ങൾ എഴുതി പോവുക. ഓക്കെ, ഇത് മാത്സ് സയൻസ് ആൻഡ് മാത്സ് ആണെങ്കിൽ ആദ്യത്തെ 30, 60 വരെയുള്ളത് മാത്സ് ആയിരിക്കും. പിന്നെ സയൻസിലെ EVSലെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ സയൻസിലെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 90 വിത്ത് പെഡഗോജി കേട്ടോ. അത് കൃത്യമായി ബബിൾ ചെയ്യുക. സോഷ്യൽ സയൻസ് ആണെങ്കിൽ 60 സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ വിത്ത് പെഡഗോജി. ഓക്കെ, അങ്ങനെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പാർട്ട് 2ലേക്ക് എത്തി. പാർട്ട് 2 എത്തുമ്പോൾ കാറ്റഗറി 2 ഉള്ളവർക്ക് 2 ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. ലാംഗ്വേജ് 1 എന്നും ലാംഗ്വേജ് 2 എന്നും. നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ മുകൾ വശത്തായിട്ട് നമ്മുടെ ഫോട്ടോന് തൊട്ടടുത്തായിട്ട് ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം നമ്മൾ ഏതാണ് അപ്ലിക്കേഷൻ സമയത്ത് ചൂസ് ചെയ്തേ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായി ഇവിടെ ബബിൾ ചെയ്ത് കൊടുക്കുക. ചൂസ് എനി 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് 1-നനുസരിച്ചുള്ള ആ ചോദ്യ പേപ്പർ തന്നെ എടുത്തിട്ട് ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഇവിടെ മലയാളത്തിന് ഉത്തരങ്ങൾ എഴുതരുത്. ഏതാണോ നമ്മൾ ഇവിടെ ബബിൾ ചെയ്യുന്നത് അതിന്റെ തന്നെ ഉത്തരങ്ങൾ ഇവിടെ കൃത്യമായി നോട്ട് ചെയ്ത് കൊടുക്കുക, ബബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ പാർട്ട് 3 ലാംഗ്വേജ് 2 ആണ്. ലാംഗ്വേജ് 2 ഏതാണെന്ന് ഹോൾ ടിക്കറ്റിൽ ഉണ്ട്. ഹോൾ ടിക്കറ്റ് നോക്കുക, അത് ബബിൾ ചെയ്യുക, കൃത്യമായി ഇവിടെയും ബബിൾ ചെയ്യുക. ഇപ്പൊ സപ്പോസ് നമ്മൾ ഈ ലാംഗ്വേജിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ അവർ വാല്യൂ ചെയ്യില്ല. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഈ 30 മാർക്ക് മേടിച്ചാലും ആ 30 മാർക്ക് നമ്മുടെ മാർക്കിൽ ആഡ് ചെയ്യില്ല. നമ്മൾ ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യത നമുക്ക് അവിടെ പോകും. ഓക്കെ ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ബബ്ലിങ്, അതായത് നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന ബബ്ലിങ്, അതേപോലെ തന്നെ സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എന്നുള്ള ബബ്ലിങ്, അതേപോലെ നമ്മുടെ സെറ്റ് കോഡ് ഏതാണെന്നുള്ള ബബ്ലിങ്, ഇതൊക്കെ നിർബന്ധമായും ഫൈനൽ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണമെന്ന് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി ഇപ്പൊ നിങ്ങൾ നോക്കിയത് കാറ്റഗറി 2ന്റെ OMR ഷീറ്റ് ആണ്. ഇനി നമ്മൾ കാറ്റഗറി 4ന്റെ ഒരു OMR ഷീറ്റ് കൂടെ കാണിച്ചു തരാം. അതിലായിരിക്കും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവുക. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഇതേപോലെ ആയിരിക്കും നമുക്ക് 1നും വരിക കേട്ടോ. അതിൽ നമ്മുടെ പേര് കൊടുക്കാം, ദെൻ റോൾ നമ്പർ, 6 അക്ക സംഖ്യ, ഒപ്പം ബബിളും കൂടെ ചെയ്തു പോവാൻ മറക്കരുത്. ദെൻ എന്താണ്, കാരണം OMR വാല്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആണ്. സോ നമ്മൾ മാനുവൽ അല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായി ബബിൾ ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ആ ബുക്ക്ലെറ്റിന്റെ മുകളിലുള്ള നമ്പർ, നമ്മുടെ സെറ്റ് ഏതാണെന്നുള്ളത്, സിഗ്നേച്ചർ, ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ. ദെൻ പാർട്ട് 1 എന്ന് പറഞ്ഞ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി വിത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ നമുക്ക് ഒരു ലാംഗ്വേജ്, 2 ലാംഗ്വേജ് അല്ലെ. പാർട്ട് 2 ലാംഗ്വേജ് ഏതാണ്, മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ ചൂസ് ചെയ്തു, അതിലുള്ള ഉത്തരങ്ങൾ എഴുതി. ദെൻ നമ്മുടെ സബ്ജക്റ്റ്, ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ കാറ്റഗറി 1 ആണെങ്കിൽ നിങ്ങൾക്ക് 2 ലാംഗ്വേജ്, ഇംഗ്ലീഷും മലയാളം, അങ്ങനെ ഏതാണോ 2 ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് അതുണ്ടാവും. അതേപോലെ തന്നെ കാറ്റഗറി 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണ് വരിക, അതൊന്നും മറന്നു പോകരുത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ഇപ്പോൾ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്ത ലാംഗ്വേജ് അത് ബബിൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിൽ കൃത്യമായിട്ട് എഴുതി പോകാൻ. അതൊന്നും തെറ്റിക്കരുത്. ആ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. സോ അത്രയും ശ്രദ്ധിച്ച് തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ കാറ്ററ്റ് 4ന് ഈ രീതിയിലാണ് വരിക, മറക്കരുത്. റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, പാർട്ട് 1 എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ഉണ്ടാവും. പിന്നെ ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞ് തരുന്നതാണ് ലാംഗ്വേജ്, അതിലേക്ക് ബബിൾ ചെയ്യുക. ദെൻ പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ്, നിങ്ങളുടെ മെയിൻ കോർ സബ്ജക്റ്റ് ഏതാണോ അത് ഇവിടെ ബബിൾ ചെയ്യണം. ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു എന്ന് പറഞ്ഞ് ഇവിടെ ബബിൾ ചെയ്യുക, അത് കൃത്യമായി ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ബബിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കാറ്റഗറി 1, 2, 3, 4 ഇതിൻ്റെ എല്ലാം OMR ഷീറ്റുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ബബിൾ ചെയ്യണം. ഓക്കെ,
അപ്പോൾ ആ കൃത്യമായിട്ട് എക്സാംസ് എഴുതുക. ലാംഗ്വേജുകൾ മാറിപ്പോവരുത്. റോൾ നമ്പറുകൾ കൃത്യമായി തന്നെ നോക്കി ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ ID പ്രൂഫ്, ആപ്ലിക്കേഷൻ സമയത്ത് ഏതാണ് ID പ്രൂഫ് കൊടുത്തതെന്നുള്ളതും ഹാൾ ടിക്കറ്റിലുണ്ട്. ഇനി അത് മറന്നു. അപ്പോൾ ആധാറാണോ ID ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട. ആ സമയത്ത് ഏതാ കൊടുത്തതെന്നുള്ളത് അത് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ID പ്രൂഫ്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, പെന്ന്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് തന്നെ OMR ഷീറ്റ് ബബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കാണിച്ചു തന്നതിനനുസരിച്ച് തന്നെ ഏത് കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ വൃത്തിയായി തന്നെ ബബിൾ ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, ആൻസർ കീകൾ ലഭിക്കുന്നതിനായി ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മറക്കണ്ട. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.